നമസ്കാരം. 2016 മുഖ്യമന്ത്രിയാവുക എന്ന കൃത്യമായ അജണ്ടയോടെ അതിനു മുൻപ് ഒരു 15 വർഷം കഠിന പ്രയത്നം ചെയ്ത് അതനുസരിച്ച് പാർട്ടിയെ മാറ്റിത്തീർത്ത് പാർട്ടിയുടെ തത്വശാസ്ത്രങ്ങളിൽ പോലും വെള്ളം ചേർത്ത് മാർക്സിസത്തെ പിണറായിസമാക്കി മാറ്റി ലക്ഷ്യം സാധിച്ച നേതാവാണ് പിണറായി വിജയൻ. 2016 മുഖ്യമന്ത്രിയായി എന്ന് മാത്രമല്ല, പിണറായിസത്തിൻ്റെ നുണശാസ്ത്രം കൊണ്ട് അത് 2021 ആവർത്തിക്കുകയും ചെയ്തു. 10 വർഷത്തിലധികം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാനുള്ള ആരോഗ്യമോ ആയുസ്സോ പിണറായിക്കില്ല എന്നതാണ് വാസ്തവം. എന്നാലും താൻ ഇതുവരെ കെട്ടിപ്പൊക്കിയ ഈ സാമ്രാജ്യം തകരരുതേ, അവസാന ശ്വാസം വരെ തൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം CPIM എന്ന് പിണറായി ആഗ്രഹിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല. പാർട്ടിയേക്കാൾ, ജനത്തേക്കാൾ തൻ്റെ കുടുംബത്തെ, പ്രത്യേകിച്ച് മകളെ സ്നേഹിക്കുന്ന പിണറായിക്ക് മരുമകനിലേക്ക് അധികാര കൈമാറ്റം നടത്തുക എന്നത് ഒട്ടും ആലോചനയില്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. അതിനുള്ള കരുക്കളൊരുക്കിയാണ് 2021 പിണറായി അധികാരത്തിലെത്തിയത്. പാർട്ടിയുടെ രണ്ടാമനായി പൊടുന്നനെ വളരെ ജൂനിയറായിരുന്ന മുഹമ്മദ് റിയാസിനെ ഉയർത്തിയതും അതുകൊണ്ടാണ്. എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിതവും അസാധാരണവുമായ തിരിച്ചടി പിണറായിസത്തിൻ്റെ അടിവേരുകൾ ഇളക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി പോലെ അല്ല 2024 തിരിച്ചടി. 2019 പ്രതികൂലമായ വലിയ 2 സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ശബരിമലയിലെ പിഴച്ച തന്ത്രമാണെങ്കിൽ 2, രാഹുൽ ഗാന്ധി മോദി ഭരണത്തെ അട്ടിമറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന പ്രതീക്ഷയായിരുന്നു. എന്നാൽ ഇക്കുറി ഈ 2 അനുകൂല ഘടകങ്ങളും CPM-നുണ്ടായിരുന്നില്ല. എന്നിട്ടും 8 നിലയിൽ പൊട്ടി ഒരു സീറ്റിൽ കഷ്ടി ജയിച്ചത് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലവും. തൻ്റെ മരുമകനെ പിൻഗാമിയാക്കാനുള്ള നീക്കത്തിൽ പകരക്കാരായി വരാൻ സാധ്യതയുള്ള 2 പേരെയും ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചത് ഈ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. ഈ പരാജയം പാർട്ടി തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. പാർട്ടി സെക്രട്ടറി തന്നെ നമ്മൾ നല്ലതുപോലെ തോറ്റു എന്ന് കുമ്പസരിച്ചിരിക്കുന്നു. അതുപോലെ പാർട്ടി അണികൾക്കിടയിൽ കടുത്ത വികാരം രൂപപ്പെടുന്നു. ഇതുവരെ നിശബ്ദരായിരുന്നവരെല്ലാം പിണറായിക്കെതിരെ രംഗത്ത് വരുന്നു. പിണറായിയുടെ മുമ്പിൽ ഓച്ഛാനിച്ചു നിന്ന് പിണറായി സ്തുതികൾ ആലപിച്ചിരുന്ന പാർട്ടിയിലെ നേതാക്കന്മാർ പോലും ഇപ്പോൾ പരസ്യമായി പിണറായിയെ തള്ളിപ്പറയുന്നു. പിണറായിക്കാവട്ടെ പ്രതികരിക്കാൻ കഴിയുന്ന ആരോഗ്യമുള്ള ശബ്ദം പോലും ബാക്കിയില്ല. എഴുതി വച്ചിരിക്കുന്നത് ഇടറാതെ വായിക്കാൻ തന്നെ കഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് പിണറായിക്ക് മാത്രമേ അറിയൂ. അതിന് കവിഞ്ഞ പ്രീണന രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് എല്ലാ മതവിഭാഗക്കാരും കൈയൊഴിഞ്ഞ സാഹചര്യമാണ് പിണറായിക്ക് ഇപ്പോഴുള്ളത്. തനിക്കെതിരെയുള്ള വിമർശനം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ദീർഘകാലമായി ഇടത് സഹയാത്രികനായ മാർ കൂറിലോസിനെ പരസ്യമായി അധിക്ഷേപിച്ചുകൊണ്ട് പിണറായി രംഗത്ത് വന്നത്. എന്നാൽ അത് തടയാൻ പിണറായിക്ക് കഴിഞ്ഞില്ല. വിമർശനം തുടർന്നു വരുന്നു. പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലുമൊക്കെ പിണറായിക്കെതിരെ ശബ്ദമുയർത്താൻ കഴിവുള്ള ആരുമില്ല. അടിമകളായ അനർഹരാണ് അവിടെയൊക്കെ കയറിയിരിക്കുന്നത് എന്നത് വാസ്തവമാണെങ്കിലും ജില്ലാ കമ്മിറ്റികളിലേക്ക് പിണറായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഏറ്റവും അധികം വിമർശനം ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നു വരുന്നത്. പാർട്ടി സെക്രട്ടറിയെ പോലും തിരുത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ പലയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം യോഗം കൂടിയിട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പാർട്ടി സെക്രട്ടറി തള്ളിപ്പറഞ്ഞത് അനുചിതമായെന്നും SNDPക്ക് യാതൊരു സ്വാധീനവുമില്ലാത്ത മലബാറിലെ പാർട്ടി ഗ്രാമങ്ങളിൽ എങ്ങനെയാണ് കോൺഗ്രസ്സുകാർ കടന്നു കയറിയത് എന്ന ചോദ്യവും ഉന്നയിക്കുകയുണ്ടായി. അതായത് പാർട്ടി സെക്രട്ടറിയെ പോലും തിരുത്താൻ പാർട്ടി നേതാക്കൾക്ക് കഴിയുന്ന അവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി ദുർബലനായി എന്നതിൻ്റെ ആദ്യത്തെ തെളിവ് ജോസ് കെ മാണിക്ക് മുമ്പിൽ മുട്ടുവിറച്ച് CPM-ന്റെ രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുത്തതാണ്. CPM ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ കഷ്ടപ്പെടുമ്പോൾ രാജ്യസഭയിലേക്കുള്ള അവരുടെ ഒരു സീറ്റ് നഷ്ടപ്പെടുത്തുമെന്ന് ആരും കരുതിയില്ല. പക്ഷേ ക്രൈസ്തവ വോട്ടുകൾ നഷ്ടപ്പെടും എന്ന് ഭയന്ന് CPM-ന്റെ കയ്യിലിരുന്ന രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. ഇപ്പോഴിതാ ഇതുവരെ പറഞ്ഞതൊക്കെ തിരുത്തിക്കൊണ്ട് മോദിയുടെ മുമ്പിൽ മുട്ടുവിറയ്ക്കുന്ന പിണറായിയെ നമ്മൾ കാണുന്നു. മകളെ ചുറ്റിയിരിക്കുന്ന ED എന്ന കരിമൂർഖനെ എടുത്തു കളയാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കാതിരിക്കുന്നത് കൊണ്ട് ഏതറ്റം വരെ പോയി വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങുകയാണ് ഒരു വശത്ത്. പിണറായി വാതുറക്കാതെ പല നേതാക്കളുടെയും സഹായത്തോടെ മകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ പോയി കണ്ടതും ആ ബന്ധം തെരഞ്ഞെടുപ്പിന് മുമ്പ് പരസ്യമാക്കിയതും പിണറായിയുടെ അനുമതിയോടെയാണ് എന്നെല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. EP ജയരാജനും പിണറായിയും തമ്മിൽ ഭിന്നതയുണ്ട് എന്ന് പരസ്യമായി നമ്മളൊക്കെ വിശ്വസിക്കുമ്പോഴും അവർ തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗം തന്നെയായിരുന്നു ആ സന്ദർശനമെന്നാണ് റിപ്പോർട്ടുകൾ. എങ്ങനെയെങ്കിലും തൻ്റെ മകളെ ഊരിയെടുക്കാൻ, എങ്ങനെയെങ്കിലും അഴിമതി കേസിൽ മുഖം രക്ഷിക്കാൻ ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് പിണറായി എന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് കളമൊരുക്കിയത്
പിണറായി തന്നെയാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. സുരേഷ് ഗോപിയെ പീഡനക്കേസിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്യാൻ നടത്തിയ നീക്കം മാത്രമല്ല, BJP ബാന്ധവം പരസ്യമാകുന്ന തരത്തിൽ EP ജയരാജൻ രംഗത്ത് വന്നതും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കുന്നതിനാണ് എന്ന് റിപ്പോർട്ടാണുള്ളത്. അതുപോലെ തന്നെ ചില നയങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ലീഗിനെ കൂടെ നിർത്താനുള്ള ശ്രമമായിരുന്നു ഇതുവരെ നടന്നത്. ലീഗിനെ ചേർത്ത് പിടിക്കുക, ലീഗ് മതേതര പാർട്ടിയാണെന്ന് പറയുക, ലീഗിന് ഏതു നിമിഷവും LDFിലേക്ക് സ്വാഗതം എന്ന് പറയുക, ഇതൊക്കെയായിരുന്നു CPMന്റെ ഇതുവരെയുള്ള നിലപാട്. എന്നാൽ ഇപ്പോൾ ലീഗിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരേണ്ടി വന്നിരിക്കുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനിയുടെ എഡിറ്ററുമായ പുത്തലേത്ത് ദിനേശൻ തൻ്റെ പേരിൽ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ ഇതുവരെ CPMോ കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിയോ ചെയ്യാത്ത സാഹസമാണ് ചെയ്തിരിക്കുന്നത്. ലീഗ് ഉയർത്തുന്നത് മതരാഷ്ട്രീയമാണ്, എതിർക്കപ്പെടേണ്ട മതരാഷ്ട്രീയമാണ് എന്ന് പുത്തലേത്ത് ദിനേശൻ തുറന്നു പറയുകയാണ്. ഇതായിരുന്നില്ല CPMന്റെ ഇതുവരെയുള്ള നിലപാട്. പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവർ ലീഗിന് നേരെ വടിയെടുത്തു തുടങ്ങി. കാരണം ലീഗ് ഇനി ഇങ്ങോട്ട് വരില്ല, ലീഗ് UDFിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് ഉറപ്പായതോടെ CPMന് ലീഗിനെ വിമർശിക്കേണ്ട സാഹചര്യമുണ്ടായി. ഇതുവരെ നെഞ്ചുവരിച്ച് വാശിയോടെ കേന്ദ്രവിരുദ്ധ കാര്യങ്ങളിൽ ഉറച്ചു നിന്നിരുന്ന പിണറായി പതിയെ പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ്. ഇപ്പോൾ നിയമസഭയിൽ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ കുറവാണ്. കേന്ദ്രവിരുദ്ധ നുണയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് പോലും പരസ്യമായി രംഗത്ത് വന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ പല നയങ്ങളിലും വിട്ടുവീഴ്ച ഉണ്ടാവുന്നു. NHMന്റെ കാര്യം മാത്രം ഓർക്കുക. നാഷണൽ ഹെൽത്ത് മിഷൻ കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് വിഹിതമായി കൊടുക്കുന്ന ഒന്നാണ് NHM. NHMന്റെ കീഴിലാണ് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുമൊക്കെ. കേന്ദ്ര സർക്കാർ ഒരു ഡിമാൻഡ് വെച്ചു, NHMന്റെ ഒക്കെ പേര് ഒന്നായിരിക്കണം. ആ പേരും അവർ കൽപ്പിച്ചു, ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ഒപ്പം ടാഗ് ലൈനുണ്ട്, ആരോഗ്യം പരമം ധനം. എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേരിടണം എന്ന് കേന്ദ്രം പറഞ്ഞു. ഞങ്ങൾക്ക് സൗകര്യമില്ല, നിങ്ങളുടെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ഞങ്ങളുടെ പാരമ്പര്യം ഞങ്ങൾ ഇല്ലാതാക്കില്ല, ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ പണം, ഞങ്ങളുടെ നയം ഞങ്ങൾ തീരുമാനിക്കും എന്ന വാശിയിലായിരുന്നു ഇതുവരെ. ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ലെന്നും കേന്ദ്ര സർക്കാരിനോട് പോയി പണി നോക്കാൻ പറയുമെന്നും പിണറായിയും ആരോഗ്യമന്ത്രി വീണ ജോർജും ഒക്കെ പലതവണ ആവർത്തിച്ചതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം കേരള സർക്കാർ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു. എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും പേര് മാറ്റി ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കാനും ആരോഗ്യം പരമം ധനം എന്ന ടാഗ് ലൈൻ അതിനോടൊപ്പം ചേർക്കാനും എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി അയച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ പണം നിന്നുപോകും, ഇവിടെ ഒരു പൈസ പോലും ഇല്ല എന്ന സാഹചര്യമുണ്ടായി. പലപ്പോഴും കേന്ദ്രം നൽകുന്ന വിഹിതം കൈപ്പറ്റുക, എന്നിട്ട് അത് തങ്ങളുടേതാണ് എന്ന് നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുക എന്ന നയമാണ് ഇതുവരെ എടുത്തത്. അത് ദേശീയപാതയുടെ പേരിൽ അഭിമാനം കൊള്ളുന്ന, ദേശീയപാത കണ്ടിട്ട് ന്യൂയോർക്കിനേക്കാൾ മെച്ചപ്പെട്ട റോഡാണ് ഇവിടെ ഉള്ളത്, ഈ റോഡൊക്കെ ഞങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന ആ നുണശാസ്ത്രം അവസാനിപ്പിക്കുകയാണ്. കാരണം കേന്ദ്രം പിടിമുറുക്കി. അവർ പറഞ്ഞു, ഇനി ഞങ്ങൾ പണം നൽകിയാൽ ഞങ്ങൾക്ക് ക്രെഡിറ്റ് വേണം, നിങ്ങൾ ക്രെഡിറ്റ് എടുക്കരുത്, പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം കേന്ദ്രത്തിന് ക്രെഡിറ്റ് കൊടുക്കാൻ പോയാൽ ഇവിടെ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ക്രെഡിറ്റ് കേന്ദ്രത്തിന് കൊടുക്കണം. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല ദൂർത്തല്ലാതെ. 2023-24 വർഷം 826 കോടി രൂപയാണ് NHM വഴി കേരളത്തിന് അനുവദിച്ചത്. എന്നാൽ ഈ പേര് മാറ്റത്തിന് വിസമ്മതിച്ചതുകൊണ്ട് കേവലം 189.14 കോടി മാത്രമാണ് കൊടുത്തത്. അത് ലാപ്സായിപ്പോയി. കാരണം ഇതിനൊക്കെ സമയമുണ്ട്. ആ കിട്ടാത്ത പണം കണക്കിൽ ചേർത്ത് കേന്ദ്ര അവഗണന എന്ന് നുണ പറയുന്നുണ്ട്. കേന്ദ്രം കൊടുക്കാൻ ഒരുക്കമാണ്, പക്ഷെ അവർക്ക് നിബന്ധനയുണ്ട്. ആ നിബന്ധന, അതായത് പേര് മാറ്റാൻ ഒരുക്കമല്ലാത്തത് കൊണ്ട് മാത്രം കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു. NHM ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. ഒടുവിൽ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സംസ്ഥാന സർക്കാർ കുറച്ച് വിഹിതമൊക്കെ കുറച്ചു കൊടുത്തു. NHM ജീവനക്കാരാണ് വാസ്തവത്തിൽ പ്രാഥമിക ആരോഗ്യ മേഖലയെ പിടിച്ചു നിർത്തുന്നത്. 2024-25 സാമ്പത്തിക വർഷം ആരംഭിച്ചപ്പോൾ സംഗതി ഗുരുതരമായി. 821 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. 1 രൂപ പോലും കൊടുക്കില്ല എന്ന് കേന്ദ്രം പറഞ്ഞു. ഇതോടെ ഈ പണം കിട്ടിയില്ലെങ്കിൽ ആരോഗ്യമേഖല താറുമാറാകുമെന്നും ജനങ്ങൾ കാർക്കിച്ചു തുപ്പുമെന്നും തിരിച്ചറിഞ്ഞ പിണറായിയും വീണ ജോർജും കേന്ദ്രത്തിന് വഴങ്ങുകയായിരുന്നു. മോദിയുടെ മുമ്പിൽ മുട്ടുവിറച്ചുകൊണ്ട് പേര് മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതാണ് CPMന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പ്രഖ്യാപനങ്ങളൊക്കെ പാഴ്വാക്കാകുന്നു. പറയുന്നതിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും ജനരോഷം ശക്തമായിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞ വാക്കുകളൊക്കെ തിരുത്തി എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നു. 6 മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങി എവിടെ നിന്ന് എടുത്തു കൊടുക്കുമെന്ന് അറിയില്ല. കാരണം ധനകാര്യ മാനേജ്മെന്റിൽ അമ്പെ പരാജയപ്പെട്ടു ഈ സർക്കാർ. കടം വാങ്ങി ഭരണം നടത്താം, ബാക്കി അടിച്ചു മാറ്റാം എന്നതായിരുന്നു ഇതുവരെയുള്ള കണക്കുകൂട്ടൽ, ഇതുവരെയുള്ള രീതി. എന്നാൽ കേന്ദ്രം അവിടെയും പിടിമുറുക്കിയതോടെ മുട്ടുവളയ്ക്കേണ്ടി വരുന്നു, മര്യാദക്കാരാവേണ്ടി വരുന്നു. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്
2016 പിണറായിയെ ബ്രാൻഡ് ചെയ്യുന്നതിന് വേണ്ടി KR സുഭാഷ് ഇറക്കിയ ഡോക്യുമെന്ററി, ഏതാണ്ട് 8 ലക്ഷത്തോളം ആളുകൾ കണ്ട ഡോക്യുമെന്ററി ഇപ്പോൾ സുഭാഷ് പിൻവലിച്ചത്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് ചിന്ത ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഡോക്യുമെന്ററി ആയിരുന്നെന്നും, എന്നാൽ പിണറായി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് അല്ലാതായി തീർന്നു. പിണറായിയുടെ മാതൃക ആധുനിക തലമുറയ്ക്ക് ആപത്താണ്. അതുകൊണ്ട് ആ ഡോക്യുമെന്ററി ഇനി ലൈവിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിൻവലിച്ചത്. പിണറായി എത്തപ്പെട്ടു നിൽക്കുന്ന ദുരവസ്ഥയുടെ, ദുരന്തത്തിന്റെ ഒടുവിലത്തെയാണ് യുവതയെ അറിയുക പിണറായി വിജയനെ എന്ന ഡോക്യുമെന്ററിയുടെ പിൻവലിക്കൽ. ആർക്കും വേണ്ടതായിരിക്കുന്നു പിണറായിയെ. സകലരും എതിരായിരിക്കുന്നു. കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് പിണറായിക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ എങ്ങനെ അത് തടയാൻ കഴിയും എന്ന് മാത്രം പിണറായി വിജയന് മനസ്സിലാവുന്നില്ല.